ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ LSGSൻ്റെ പേപ്പർ 2ലെ റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ ഗ്രാമവികസനം എന്ന ടോപ്പിക്കാണ്. ആ ഒരു മൊഡ്യൂളിലത് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ 15 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ് ഈ റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് പാർട്ട് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ താരതമ്യം ചെയ്യുക. ഏതാണ് ഗ്രാമപ്രദേശം, ഏതാണ് നഗരപ്രദേശം? അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ഫുള്ള് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാമവികസനം എന്ന് പറയുന്നതും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം വികസനവും വരുന്നത്. അപ്പോൾ അത് ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ വായിക്കാനായിട്ട്. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെ? ഈ പ്രദേശങ്ങളുടെ വികസനം എങ്ങനെ സാധ്യമാക്കാൻ കഴിയും? നമ്മുടെ രാജ്യത്ത് ഗ്രാമവികസനത്തിന് സ്വീകരിച്ച മാർഗങ്ങളും സമീപനങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രാമ പുനർനിർമ്മാണത്തിനുള്ള ഗാന്ധിയൻ കാഴ്ചപ്പാടും ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗ്രാമവികസനം ആശയം, കൺസെപ്റ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. വികസനം എന്ന വിശാലാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ ഒരു ഉപഗണമാണ് ഗ്രാമവികസനം എന്നത്. അപ്പോൾ വികസനം എന്നതിൻ്റെ ഒരു ഉപഗണമാണ് ഗ്രാമവികസനം. ഒരു പരമ്പരാഗത സമൂഹം സാമൂഹ്യ സാമ്പത്തിക രൂപാന്തര പ്രക്രിയയിലൂടെ ഒരു ആധുനിക സമൂഹമായി മാറുന്ന പ്രക്രിയയാണ് വികസനം. നമുക്കറിയാം, ഗ്രാമം എന്ന് പറയുമ്പോൾ അവിടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സമൂഹമാണുള്ളതല്ലേ. എന്നാൽ നഗരം എന്ന് പറയുന്നതോ അത് ഒരു ആധുനിക സമൂഹമാണ്. അപ്പോൾ പരമ്പരാഗത സമൂഹം ആധുനിക സമൂഹമായി മാറുന്നു. എങ്ങനെ? സാമൂഹ്യ സാമ്പത്തിക രൂപാന്തര പ്രക്രിയയിലൂടെ. ഇതിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പരമ്പരാഗത സമൂഹം സാമൂഹ്യ സാമ്പത്തിക രൂപാന്തര പ്രക്രിയയിലൂടെ ഒരു ആധുനിക സമൂഹമായി മാറുന്ന പ്രക്രിയയാണ് വികസനം. പൊതുവിൽ വികസനം എന്നതുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള അഭിവൃദ്ധിയെയാണ് അർത്ഥമാക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക പരിഷ്കരണങ്ങളിലൂടെയും ആസൂത്രിതമായ മാറ്റങ്ങളിലൂടെയും ഒരു ഗ്രാമീണ സമൂഹത്തെ ആധുനികമാക്കുന്ന വികസനമാണിത്. സാമൂഹ്യ സാമ്പത്തിക പരിഷ്കരണങ്ങളിലൂടെയും ആസൂത്രിതമായ മാറ്റങ്ങളിലൂടെയും ഒരു ഗ്രാമീണ സമൂഹത്തെ ആധുനികമാക്കുന്ന വികസനമാണ് ഗ്രാമവികസനം. ഒരു ഗ്രാമപ്രദേശം എന്നത് ജനങ്ങൾ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പ്രാഥമികമായ ഉൽപ്പന്നങ്ങൾ ആദ്യമായും നേരിട്ടും നിർമ്മിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന ഇടമാണ്. നമുക്കറിയാം, ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷിയാണെങ്കിലും മറ്റ് കുടിൽ വ്യവസായങ്ങളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രാഥമികമായ ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ട്, ഇപ്പോൾ കുടിൽ വ്യവസായങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് അല്ലേ. അതിനെ പിന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഒരുപാട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരുപാട് തലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടും നേരിട്ടും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജനങ്ങൾ ജീവിക്കുന്നതുമാണ് എവിടെയെന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ. വലിയ പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും സ്വാധീനത്തിൽപ്പെടാതെ മാറിക്കഴിയുന്ന തിരക്കില്ലാത്ത സ്ഥലങ്ങളാണ് ഗ്രാമപ്രദേശങ്ങൾ. തീവ്ര ജനസാന്ദ്രതയുള്ള നഗരത്തെയോ നഗരപ്രാന്തത്തെയോ മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളെയോ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തത പുലർത്തുന്ന സ്ഥലമാണിത്. സാധാരണയായി ഗ്രാമപ്രദേശങ്ങൾക്ക് ഒരു കാർഷിക സ്വഭാവമാണുള്ളത്. 2011 സെൻസസ് പ്രകാരം 69% ഇന്ത്യൻ ജനതയും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം 69% ഇന്ത്യൻ ജനതയും എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഗ്രാമീണ ജനതയുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സർവതോമുഖമായ വളർച്ചയെയാണ് ഗ്രാമവികസനം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ ജനതയുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രാമവികസനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഗ്രാമത്തിലെയും അതുപോലെ തന്നെ നഗരത്തിലെയും ആൾക്കാരെ തമ്മിൽ താരതമ്യം ചെയ്യുവാണെങ്കിൽ നഗരത്തിലെ ആൾക്കാരുടെ ജീവിത ഗുണനിലവാരം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും അല്ലേ. ഗ്രാമങ്ങളിലേക്ക് വരുമ്പോഴേക്കും അത്രയും ഒരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്രാമവികസനം എന്ന് പറയുന്നത് നമ്മുടെ വടക്കോട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ വികസനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അത്ര പോലും വികസനമുള്ള സ്ഥലങ്ങളല്ല ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ. ഇനി
നമ്മൾ നോക്കുന്നത് കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലുകളുടെയും സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും എല്ലാത്തിനുമുപരി ഗ്രാമീണ മനുഷ്യ വിഭവശേഷിയുടെയും വളർച്ചയെ ചുറ്റിപ്പറ്റിയുള്ള സമഗ്രവും ബഹുമുഖവുമായ ഒരു ആശയമാണിത്. ഗ്രാമവികസനം എന്ന് പറയുന്നത് കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലുകളുടെയും സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും എല്ലാത്തിനുമുപരി ഗ്രാമീണ മനുഷ്യ വിഭവശേഷിയുടെയും വളർച്ചയെ ചുറ്റിപ്പറ്റിയുള്ള സമഗ്രവും ബഹുമുഖവുമായ ഒരു ആശയമാണിത്. അതുകൊണ്ട് ഗ്രാമവികസനം എന്നതിനെ ഒരു പ്രക്രിയയായും പ്രതിഭാസമായും ഉപായമായും ജ്ഞാനശാഖയായും കരുതാം. ഗ്രാമവികസനം എന്നത് ഒരു പ്രക്രിയയായും പ്രതിഭാസമായും ഉപായമായും ജ്ഞാനശാഖയായിട്ടും കരുതാം. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞാൽ പ്രക്രിയ എന്താണ്? നിശ്ചിത സമയം കൊണ്ട് ലക്ഷ്യം കൈവരിക്കുവാൻ വ്യക്തി, സമൂഹം, രാഷ്ട്രം ഇവ കൈക്കൊള്ളുന്ന ശ്രമമാണ് എന്തെന്ന് പറയുന്നത് ഗ്രാമവികസനം. ഗ്രാമവികസനം എന്നൊരു പ്രക്രിയയായിട്ടും പ്രതിഭാസമായിട്ടും ഒരു പഠനശാഖയായിട്ടും അല്ലെങ്കിൽ ഒരു ഉപായം അല്ലെങ്കിൽ തന്ത്രമായിട്ടും നമുക്ക് കരുതാം. അപ്പോൾ അതിനകത്ത് പ്രക്രിയ നിശ്ചിത സമയം കൊണ്ട് ലക്ഷ്യം കൈവരിക്കുവാൻ വ്യക്തി, സമൂഹം, രാഷ്ട്രം ഇവ കൈക്കൊള്ളുന്ന ശ്രമമാണ്. അടുത്ത പ്രതിഭാസം എന്ന് പറഞ്ഞാലോ ഭൗതിക, സാങ്കേതിക, സാമ്പത്തിക, സാംസ്കാരിക ഘടകങ്ങളുടെ പാരസ്പര്യത്തിൻ്റെ പരിണിതഫലം. അടുത്തത് തന്ത്രം, ഗ്രാമീണരുടെ സാമ്പത്തികവും സാമൂഹ്യ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള രൂപരേഖ. അടുത്തത് പഠനശാഖ, കൃഷി, സാമൂഹ്യശാസ്ത്രം, സ്വഭാവശാസ്ത്രം, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് പഠനം തുടങ്ങിയ വിഷയങ്ങളുടെ ഏകോപനം. അപ്പോൾ ഗ്രാമീണ വികസനം എന്ന പ്രക്രിയയുണ്ട്. പ്രതിഭാസം, തന്ത്രം, പഠനശാഖ ഇവയുടെയൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം അല്ലേ. അടുത്തത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കുറഞ്ഞ വരുമാനവും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയാണ് ഗ്രാമവികസനത്തിൻ്റെ കേന്ദ്ര പ്രമേയം. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കുറഞ്ഞ വരുമാനവും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ, നമുക്കറിയാം ഇന്ത്യയിലെ 69% ഗ്രാമീണ ജനതയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയാണ് ഗ്രാമവികസനത്തിൻ്റെ കേന്ദ്ര പ്രമേയം. അവർക്ക് ആദായകരമായ തൊഴിൽ പ്രദാനം ചെയ്യുന്നതിന് പുറമെ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും ആരോഗ്യ ചികിത്സാ സേവനങ്ങളും വാസസൗകര്യങ്ങളും സജ്ജീകരിക്കണം. ഗുണഭോക്താക്കളായ ഗ്രാമീണ ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ തന്നെ ഗ്രാമവികസനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. ഇവിടെ പഞ്ചായത്തിനും സർക്കാരിനും നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഗ്രാമസഭകൾ അല്ലേ. ആ ഗ്രാമസഭകളിൽ നിന്നാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്തൊക്കെ വികസനം, എവിടെയൊക്കെ വികസനം വേണം നമ്മൾ ആ ഗ്രാമസഭകളിൽ വെച്ചാണ് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ഗ്രാമം എങ്ങനെ വികസിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാനത് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കുറഞ്ഞ വരുമാനവും താഴ്ന്ന ജീവിത നിലവാരമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉയർച്ച. അപ്പോൾ അവർ സാമൂഹ്യപരമായിട്ട് ഉയരണം. സാമൂഹ്യപരമായിട്ട് മാത്രം ഉയർന്നാൽ മതിയോ? അല്ല, പിന്നെ സാമ്പത്തികമായിട്ട് ഉയരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വികസനം സാധ്യമാകത്തുള്ളൂ. അവർക്ക് ആദായകരമായ തൊഴിൽ പ്രദാനം ചെയ്യുന്നതിന് പുറമെ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും ആരോഗ്യ ചികിത്സാ സേവനങ്ങളും വാസസൗകര്യങ്ങളും സജ്ജീകരിക്കണം. ഇപ്പം നമുക്കറിയാം നഗരങ്ങളിലാണെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെക്കാൾ കൂടുതൽ എന്തുണ്ടാവും? വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാവും, തൊഴിലിനുള്ള അവസരം ഉണ്ടാവും, ആരോഗ്യം അതുപോലെ ചികിത്സാ സേവനങ്ങൾക്ക് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്ന നഗരപ്രദേശങ്ങളിലായിരിക്കും. അതുപോലെ തന്നെ വാസസൗകര്യങ്ങൾ. ഈ ഒരു നിലവാരമെല്ലാം നമ്മൾ എവിടെ കൊണ്ടുവരണം? നമ്മുടെ ഗ്രാമങ്ങളിലും കൊണ്ടുവരണം. ഗുണഭോക്താക്കളായ ഗ്രാമീണ ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ തന്നെ ഗ്രാമവികസനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. ആരാണോ ഇവരുടെ ഗുണഭോക്താക്കൾ അവരുടെ പങ്കാളിത്തവും കൂടി വേണം അല്ലേ. അവരെ നേരെ നമ്മൾ അവബോധത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഉയർന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കണം. ആ പഠനത്തിലൂടെ അവരെന്ത് ചെയ്യണം? ഈ ഒരു പുതിയ വികസനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പഞ്ചായത്തിനും സർക്കാരിനും നിർണായക പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളായാലും ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കയറുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ ആൾക്കാരെ ആ ഒരു അവബോധത്തിൽ എത്തിച്ച് ഗ്രാമങ്ങളിലും എന്ത് ചെയ്യണം? ആ ഒരു വികസനം കൊണ്ടുവരണം. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയാണ് ഗ്രാമവികസനത്തിലെ ആസൂത്രണ പ്രക്രിയയുടെ പ്രഖ്യാപിത ലക്ഷ്യം. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച. ഇവിടെ കണ്ടോ, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയാണ് ഗ്രാമവികസനത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഗ്രാമവികസനം കാർഷിക ഉൽപ്പാദനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തുടങ്ങുന്നു. ക്രമേണ ഗ്രാമീണ ജനങ്ങളുടെ പ്രത്യേകിച്ച് ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉൽപ്പാദനപരമായ തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വികസിക്കണം.
നമുക്കറിയാം ഗ്രാമം എന്ന് പറയുന്നതേ കൃഷിയുമായി അധിഷ്ഠിതമായിട്ടുള്ള ജനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്? ഗ്രാമവികസനത്തിന് കൃഷിയിൽ തന്നെയായിരിക്കണം ഊന്നൽ കൊടുക്കേണ്ടത്, അല്ലേ? കൃഷി എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, കൃഷിയിൽ നിന്നും എത്രത്തോളം ആദായം അവർക്ക് എടുക്കാൻ പറ്റും, അപ്പോൾ ആ ഒരു രീതിയിൽ കൃഷിയെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാമവികസനം സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാം, അവരുടെ ഉൽപ്പാദനപരമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, ചിലപ്പോൾ ഈ കൃഷി മാത്രമായിരിക്കത്തില്ല, കൃഷി അല്ലാതെ കൈത്തൊഴിലുകൾ ഉണ്ടാവും. ഇപ്പോൾ മൺപാത്ര നിർമ്മാണം, അങ്ങനെയുള്ള അവർ കൈത്തൊഴിലുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു തൊഴിലിനെയും കൂടെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം ഇപ്പം അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഓരോന്നും അവരുടെ ആ ഒരു കുലത്തൊഴിൽ ചെയ്യിപ്പിച്ച് അതിന് നമ്മൾ മാർക്കറ്റിംഗ് കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ എന്ത് കിട്ടും, പൈസ കിട്ടും, അല്ലേ? ആ പൈസ എന്ത് ചെയ്യാം, സാമ്പത്തികമായിട്ട് അവർക്ക് വളരാനുള്ളതാണ്. അപ്പോൾ ഓരോ ആൾക്കാരും സാമ്പത്തികമായി വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഗ്രാമവികസനം സാധ്യമാകും. അപ്പോൾ ഇതിനായി ഉൽപ്പാദന മേഖല, ഭൗതിക സൗകര്യങ്ങൾ, മനുഷ്യ വിഭവശേഷി, ഇതര സഹായ സ്ഥാപനങ്ങളുടെ പിന്തുണ എന്നിവ ഉറപ്പുവരുത്തേണ്ടതും ഇവയെ ഏകോപിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഗ്രാമവ്യവസായങ്ങളുടെ വികസനം ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമുള്ള ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഗ്രാമവികസനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഗ്രാമവികസനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, കൃഷിയിലും കുടിൽ വ്യവസായങ്ങളിലും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആയിരിക്കണം, അല്ലേ? കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ഭൂരിഭാഗം പേരും കൃഷിയെയും കുടിൽ വ്യവസായങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ വികസനം സാധ്യമാകണമെങ്കിൽ അവർക്കറിയാവുന്ന ജോലി കൃഷിയാണ്. ആ കൃഷിയിൽ അവരെ എന്ത് ചെയ്യും, സാമ്പത്തികമായി ഉയർത്തുക, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കൈത്തൊഴിലിൽ അവർ സാമ്പത്തികമായി ഉയർത്തുക. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഗ്രാമവികസനം സാധ്യമാക്കാൻ ഇന്ത്യയിൽ പറ്റത്തുള്ളൂ. ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഗ്രാമവ്യവസായങ്ങളുടെ വികസനം ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമുള്ള ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഗ്രാമവികസനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രാമവികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ എന്താണ്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമവികസനത്തിൻ്റെ ഘടകങ്ങളാണ് അടിസ്ഥാന ആവശ്യങ്ങൾ, ആത്മാഭിമാനം, സ്വാതന്ത്ര്യം. അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ ഘടകങ്ങൾ 3 എണ്ണമാണ് പറയുന്നത്: അടിസ്ഥാന ആവശ്യങ്ങൾ, ആത്മാഭിമാനം, സ്വാതന്ത്ര്യം. അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സാക്ഷരത, ആരോഗ്യ സംരക്ഷണം, ജീവനും സ്വത്തിനും സംരക്ഷണം. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സാക്ഷരത, ആരോഗ്യ സംരക്ഷണം, ജീവനും സ്വത്തിനും സംരക്ഷണം. ആത്മാഭിമാനം. ഓരോ വ്യക്തിയും ദേശവും ആത്മാഭിമാനം, മാന്യത, ബഹുമാനം എന്നിവ പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരു നമ്മുടെ നഗരങ്ങളിൽ താമസിക്കുന്ന ഒരാളിനെയും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെയും, അല്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? നഗരത്തിലുള്ള അത്യാവശ്യം ടിപ്പ് ടോപ്പായിട്ട് നടക്കുന്നവരും ഗ്രാമങ്ങളിലുള്ളവർ എന്തായാലും കർഷകരമായിട്ടുള്ള 2 പേരെ സങ്കല്പിച്ചാൽ, അപ്പോൾ അവിടെ അവരെന്താണ്, ബഹുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നഗരങ്ങളിൽ ഉള്ളവർക്ക് എന്താ കൂടുതൽ ബഹുമാനം, അല്ലെങ്കിൽ ഗ്രാമങ്ങൾക്കുള്ളവർക്ക് ബഹുമാനം കുറയുക, അങ്ങനെ ആ ഒരു ഇതുണ്ടാവരുത്. ഗ്രാമങ്ങളിലുള്ളവർക്കും എന്തുണ്ട്? ആത്മാഭിമാനം, അല്ലേ? ഓരോ വ്യക്തിയും ദേശവും ആത്മാഭിമാനം, മാന്യത, ബഹുമാനം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ സ്വാതന്ത്ര്യം. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ സ്വാതന്ത്ര്യവും സാമ്പത്തികവും സാമൂഹ്യ തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ എന്താണ്? സ്വാതന്ത്ര്യം വേണം, അല്ലേ? രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ സ്വാതന്ത്ര്യവും സാമ്പത്തിക സാമൂഹ്യ തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും വേണം. അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ ഘടകങ്ങളാണ് അടിസ്ഥാന ആവശ്യങ്ങൾ, ആത്മാഭിമാനം, സ്വാതന്ത്ര്യം. 3 ഘടകങ്ങളാണ് ഉള്ളത്. അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാതെ നിലനിൽപ്പ് സാധ്യമല്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം, അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം തുടങ്ങിയവയാണ് അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ. ഇവയിൽ ഏതിലെങ്കിലും ഒന്നിൻ്റെയോ മുഴുവൻ്റെയോ അപര്യാപ്തതയോ കാര്യമായ ലഭ്യതക്കുറവോ ഉണ്ടെങ്കിൽ അതിനെ തീർത്തും അവികസിതമായ അവസ്ഥയെന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം. ഇനി ഇതിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെയോ മുഴുവനായിട്ട് അപര്യാപ്തമോ കാര്യമായ ലഭ്യതക്കുറവോ ഉണ്ടെങ്കിൽ അതിനെ തീർത്തും അവികസിതമായ അവസ്ഥ എന്ന് വിളിക്കാം. ഒരു നല്ല ആരോഗ്യ സംരക്ഷണം, അല്ലേ? നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ നല്ലൊരു സ്കൂളില്ല. അപ്പം ബാക്കിയെല്ലാം ഉണ്ട്. ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ആരോഗ്യം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല,
ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ഹോസ്പിറ്റലില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വികസനം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വികസനം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് നിറവേറ്റാൻ പറ്റണം. പഠിക്കാനായിട്ട് നല്ല സ്കൂൾ ഉണ്ടാവണം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടാവണം, അതുപോലെ നമുക്ക് ജീവനും സ്വത്തിനും നമുക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. പാർപ്പിടം, വസ്ത്രം, ആഹാരം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, വികസനം ഉള്ളൂ. അടുത്തത് ആത്മാഭിമാനം. ഏതൊരു വ്യക്തിയും രാഷ്ട്രവും ഒരു തരത്തിലുള്ള ആത്മാഭിമാനവും മാന്യതയും ബഹുമാനവും അന്വേഷിക്കുന്നുണ്ട്. ആത്മാഭിമാനത്തിൻ്റെ അഭാവമോ നിഷാദമോ വികസനമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെൽഫ് റെസ്പെക്റ്റ്. അടുത്തത് സ്വാതന്ത്ര്യം. രാഷ്ട്രീയവും ആശയപരവുമായിട്ടുള്ള സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹ്യ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അന്ധവിശ്വാസങ്ങളോടും അജ്ഞതയോടും അത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളോടും അടിമത്തം നിലനിർത്തുന്ന ഒരു സമൂഹം വികസനം കൈവരിച്ചതായി അവകാശപ്പെടാനില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പണ്ട് മുതലേ കുറച്ച് അന്ധവിശ്വാസങ്ങളും അജ്ഞതയും ഒക്കെ നിലനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അന്ധവിശ്വാസത്തോടും അജ്ഞതയോടും അത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളോടും അടിമത്തം നിലനിർത്തുന്ന സമൂഹം വികസനം കൈവരിച്ചതായി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു സമൂഹം എന്ത് ചെയ്തില്ല, വികസനം കൈവരിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാനേ കഴിയില്ല. ഏത് തരത്തിലുള്ള അടിമത്തവും അവികസിതാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അടുത്തത് ഗ്രാമവികസനത്തിൻ്റെ മാനങ്ങൾ, ഡയമെൻഷൻസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമവികസന പദ്ധതികൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും മുൻഗണന നൽകിയിരിക്കുന്നു. ഗ്രാമവികസനത്തിൻ്റെ പ്രധാന മാനങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാമവികസനത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വികസനം, ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, ഗ്രാമീണ ദുരന്ത ലഘൂകരണം. ഇത്രയാണ് കേട്ടോ, 4 എണ്ണമാണ് നമ്മുടെ ഗ്രാമവികസനത്തിൻ്റെ മാനങ്ങൾ എന്ന് പറയുന്നത്. കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ഗ്രാമവികസനത്തിൽ പ്രാധാന്യം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം വിത്തുകൾ വികസിപ്പിക്കുക, വളങ്ങളും കീടനാശിനികളും ശരിയായി ഉപയോഗിക്കാനുള്ള അറിവ്, പോഷകാഹാരങ്ങൾ, ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം, പരമ്പരാഗത സാങ്കേതിക വിദ്യയുടെ പോഷണം, ജനിതക സമ്പത്തിൻ്റെ സംരക്ഷണം എന്നിവ ഇതിൽപ്പെടുന്നു. എന്തൊക്കെയാണ്? കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനം. ഗ്രാമവികസനത്തിന് നമ്മൾ മെയിനായിട്ടും എടുക്കുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? വികസിക്കണം. ഒന്നുകൂടി ഞാൻ വായിക്കാം. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ഗ്രാമവികസനത്തിൽ പ്രാധാന്യം നൽകുന്നത്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം വിത്തുകൾ വികസിപ്പിക്കുക, വളങ്ങളും കീടനാശിനികളും ശരിയായി ഉപയോഗിക്കാനുള്ള അറിവ്, പോഷകാഹാരങ്ങൾ, ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം, പരമ്പരാഗത സാങ്കേതിക വിദ്യയുടെ പോഷണം, ജനിതക സമ്പത്തിൻ്റെ സംരക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ. കൃഷി വികസിക്കണം, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയെയും സംരക്ഷണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഗ്രാമവികസനം നമുക്ക് സാധ്യമാക്കാൻ പറ്റൂ. അടുത്തത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വികസനം. ഗ്രാമീണ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥ മെച്ചപ്പെടുത്തുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ ജനതയ്ക്ക് സ്വതന്ത്രമായി തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും സ്വതന്ത്രവും നീതിപൂർവമായി വോട്ടവകാശം വിനിയോഗിക്കാനും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുവാനും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുവാനും കടക്കണിയിൽ നിന്ന് മോചനം നേടാനും കഴിയുമ്പോഴാണ് ഗ്രാമവികസനം അർത്ഥപൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാമവികസനം നടക്കുന്നെങ്കിൽ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ട് നമ്മൾ വികസിക്കണം അല്ലേ. എന്തൊക്കെയാണെന്നൊന്ന് വായിക്കാം. ഗ്രാമീണ ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥ മെച്ചപ്പെടുത്തുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ ജനതയ്ക്ക് സ്വതന്ത്രമായി തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനാവണം. ഇപ്പോൾ നമ്മളൊരു ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന സമയത്ത് ആ ഗ്രാമീണ ജനങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റണം അല്ലേ. ഏതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് ഇല്ലാത്തതെന്ന് പറയാനായിട്ടുള്ള അഭിപ്രായം എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സ്വതന്ത്രവും നീതിപൂർവമായി വോട്ടവകാശം വിനിയോഗിക്കാൻ പറ്റണം. അവർക്ക് പഞ്ചായത്തിൽ അല്ലെ, നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഒരാളിനെ ജനപ്രതിനിധിയെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണം. കാരണം പിന്നെ എന്തുവാണ്, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവർക്ക് സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യണം? ഒരു സ്വാതന്ത്ര്യം വേണം അല്ലേ. സാമ്പത്തികം അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കണം അല്ലേ.
അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആ ഒരു ശേഷി വർദ്ധിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ സാമ്പത്തികമായിട്ട് അവർ അത്രത്തോളം ഉയരണം. അടുത്തത് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണം. കടക്കണിയിൽ നിന്ന് മോചനം നേടാനും കഴിയുമ്പോഴാണ് ഗ്രാമവികസനം അർത്ഥപൂർണ്ണമാകുന്നത്. അടുത്തത് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ. ഇതിനായി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവന മേഖലകളും മെച്ചപ്പെടുത്തണം. റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, വിദ്യാഭ്യാസ സൗകര്യം, ആരോഗ്യ, ശുചിത്വം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ അടിസ്ഥാന സൗകര്യങ്ങളും ആസ്തികളും നിർമ്മിക്കുക. വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ. ഗ്രാമീണ വിപണിക്കായി പുത്തൻ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കൽ. ബാങ്കിംഗ്, ടെലിഫോൺ, ഇൻഷുറൻസ് സേവനങ്ങൾ വ്യാപിക്കൽ എന്നിവ ആവശ്യമാണ്. അപ്പോൾ ഗ്രാമീണ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. ഗ്രാമീണ ഗുണനിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? നമുക്ക് നമ്മുടെ ഗുണനിലവാരത്തിൽ വരുന്നതാണല്ലേ റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, വിദ്യാഭ്യാസ സൗകര്യം, ആരോഗ്യം, ശുചിത്വം എന്നിവയൊക്കെ എന്താണ് മെച്ചപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ എന്തുള്ളൂ, ഒരു ഗ്രാമം വികസിക്കുകയുള്ളൂ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പാലമില്ല, ഒരു നദിക്ക് കുറുകെ അല്ലെങ്കിൽ പാലമില്ല. ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ചുറ്റിക്കറങ്ങി പോവുകയോ അല്ലെങ്കിൽ വള്ളത്തിനെ ആശ്രയിച്ചോ അങ്ങനെയൊക്കെ പോകുന്ന നാടാണെങ്കിൽ അവിടെ വികസനം എന്ന് പറയുന്നതില്ല അല്ലേ. അവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, അവിടെ പാലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വൈദ്യുതി കൊണ്ടുവരിക. വിദ്യാഭ്യാസത്തിന് നല്ല സ്കൂളുകളില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നല്ല സ്കൂളുകൾ കൊടുക്കുക. ഹോസ്പിറ്റാലിറ്റി എല്ലായിടത്തും കൊണ്ടുവരിക. കാരണം ആൾക്കാർക്ക് ഇപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യണം, കിലോമീറ്ററുകളോളം മാറിയിട്ടായിരിക്കും ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടാവുക. അപ്പോൾ ഒരു അസുഖം വന്നാൽ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഓടിപ്പോകാനായിട്ട് നല്ല ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലൊരു വികസനത്തിൻ്റെ മാതൃകയല്ലേ. അപ്പോൾ അതൊക്കെയാണ് എന്ത് ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലിൽ വരുന്നത്. ഇനി പറയാം വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെ ഉള്ളത് അവരിലേക്ക് എത്തിക്കുക. അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഗ്രാമങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ഇപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മൊബൈലും സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യം പുറത്ത് നമ്മളിപ്പോൾ പുറത്ത് പോയി കാണാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്ത് പോയി ആ രാജ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വീഡിയോയിൽ കൂടെ ഒരു രാജ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാടും മറ്റൊരു രാജ്യവും എന്തുമാത്രമാണ് വികസിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ റോഡുകൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ ഈ ഒരു ട്രാഫിക് ബ്ലോക്കോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്ത് രാജ്യങ്ങളിൽ റോഡുകളിൽ കാണാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ആസൂത്രണത്തിൻ്റെയും ആ ഒരു വികസനത്തിൻ്റെയൊക്കെ ആ ഒരു മാതൃകയാണത്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു വികസന മാതൃകകൾ നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ളവർക്കും ഒക്കെ കാണിച്ചു കൊടുക്കണം. കാരണം അവരുടെ ആ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നതും, നമ്മളിവിടെ ആണെങ്കിൽ റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയും അതും ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇതുപോലെ റൂൾസൊക്കെ ഫോളോ ചെയ്യാണ്. ഒരാൾ വിചാരിച്ചാൽ നടക്കണതല്ല, എല്ലാവരും ഇതുപോലെ വിചാരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും നമുക്ക് ശരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനോഹരമായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ടൂറിസം ആയാലും അങ്ങനെയൊക്കെ ഒരുപാട് വികസനങ്ങൾ വരും. ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നോക്കുവാണെങ്കിൽ ഫുള്ള് എന്തായിരിക്കും, വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ വേറൊരു സ്ഥലത്ത് പോകാനായിട്ട്. എന്നാൽ നമ്മളിപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പോൾ എക്സാമ്പിൾ UAE അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുവാണെങ്കിൽ നമുക്കവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് റോഡ് സൈഡിലോ ഒന്നും ഒരു വേസ്റ്റോ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരെ എന്ത് ചെയ്യുക, അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം, വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യകളൊക്കെ അല്ലെങ്കിൽ ഇനി പുത്തൻ വികസന മാതൃകകൾ എല്ലാം അവരെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. കുറച്ചും കൂടെ ആൾക്കാരെന്ത് ചെയ്യണം, സോഷ്യലാക്കണം. ഇനി ബാങ്കിങ്, ടെലിഫോൺ, ഇൻഷുറൻസ് സേവനങ്ങൾ വ്യാപിക്കൽ എന്നിവ ആവശ്യമാണ്. അടുത്ത ഗ്രാമീണ ദുരന്ത ലഘൂകരണം, റൂറൽ ഡിസാസ്റ്റർ റിസ്ക് മിറ്റിഗേഷൻ. ദുരന്ത ലഘൂകരണം സുസ്ഥിര ഗ്രാമവികസനത്തിൻ്റെ പ്രധാന വശമാണ്. ദുരന്തങ്ങളുടെ ഫലമായും ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതാണിത്. ദുരന്ത സാധ്യതയെപ്പറ്റിയുള്ള അവബോധം, അപകടം തിരിച്ചറിയൽ, അപകടം ലഘൂകരിക്കുക, വിള ഇൻഷുറൻസ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയിലൂടെ ദുരന്തങ്ങളെ അതിജീവിക്കുക എന്നിവ ഇതിനായി പരിഗണിക്കാം. എങ്ങനെയാണ് ഗ്രാമീണ ദുരന്ത ലഘൂകരണം? അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ ഒരു വശമാണല്ലേ ദുരന്ത ലഘൂകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ.
എന്തുമാത്രം ജീവനുകളാണ് അല്ലേ നശിച്ചുപോയത്. ശരിക്കും അതൊരു ഗ്രാമപ്രദേശമാണോ നഗരപ്രദേശമാണോ? ഒരു ഗ്രാമപ്രദേശമാണ് അല്ലേ. ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയുള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ലഘൂകരിക്കാനും അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും സ്വത്തിനും ജീവനും സ്വത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുക അല്ലേ. എന്തെങ്കിലും ദുരന്ത സാധ്യതയുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അവബോധം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ അപകടം തിരിച്ചറിയുക, അങ്ങനെ ഉണ്ടെങ്കിൽ ലഘൂകരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. ശരിക്കും ഒരു പഞ്ചായത്ത് ആണെങ്കിൽ ആ പഞ്ചായത്തിൽ സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ അതൊക്കെ. എന്തെങ്കിലും ദുരന്തമുണ്ടെങ്കിൽ അവരെ അറിയിക്കുക എന്നുള്ളത് ആ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരിക്കും അല്ലേ അവരെ അറിയിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും പിന്നെ പ്രത്യേകിച്ച് കാണുന്നപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ന്യൂസ് കാണുമ്പോൾ തന്നെ ശരിക്കും അവിടെ ആദ്യമായിട്ട് നമ്മൾ ഒരു വാർഡിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ആദ്യം തിരക്കുന്നത് വാർഡ് മെമ്പർ ആയിരിക്കും. അപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അപ്പോൾ ഈക്വൽ സ്ഥാനമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഈ ഒരു ദുരന്തങ്ങളായാലും എല്ലാം എന്ത് ചെയ്യുക, അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുക. ചിലപ്പോൾ അവർ താമസിക്കുന്ന ഒരു സ്ഥലമായിരിക്കും, അവർക്കത് വിട്ടു പോകാനായിട്ടുള്ള പിന്നെ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാറിപ്പോകാൻ മടിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. ആരും മാറിപ്പോകത്തില്ല. ആ ദുരന്തം വന്നതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കുക വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പക്ഷെ അവരെന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു അവബോധം അവരിൽ സൃഷ്ടിച്ച് മാറ്റിയെടുക്കണം. കാരണം ആ ഒരു ദുരന്തം ലഘൂകരിക്കണം. അത് ആരുടെ ശരിക്കും അതൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും കേട്ടോ. അടുത്തത്, നദീതീരം നശിക്കുന്നത് തടയുക, വെള്ളപ്പൊക്ക വളർച്ചാ നിയന്ത്രണ സംവിധാനങ്ങൾ, അതിജീവനത്തിനായിട്ട് പ്രദേശത്തെ ജനതയെ ശാക്തീകരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത എന്താണ് മിറ്റിഗേഷൻ എന്നുള്ളതാണ്. ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിച്ച് മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും ഉണ്ടായേക്കാവുന്ന നഷ്ടം, അതിൻ്റെ കാഠിന്യം എന്നിവ കുറയ്ക്കുന്ന പഠനമാണ് മിറ്റിഗേഷൻ. ദുരന്തങ്ങൾ സൃഷ്ടിക്കാവുന്ന കാഠിന്യം വിശകലനം ചെയ്യുകയും ലഘൂകരിക്കുകയും ഇതിനായി ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളെ നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇതിനായി പ്രാദേശിക തലത്തിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യത മനസ്സിലാക്കാനും സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ എന്താണ് മിറ്റിഗേഷൻ എന്നാണ്. മിറ്റിഗേഷൻ എന്താണ്? ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിച്ച് മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും ഉണ്ടായേക്കാവുന്ന നഷ്ടം, അതിൻ്റെ കാഠിന്യം എന്നിവ കുറയ്ക്കുന്ന പഠനമാണ് മിറ്റിഗേഷൻ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദുരന്തങ്ങൾ സൃഷ്ടിക്കാവുന്ന കാഠിന്യം വിശകലനം ചെയ്യുകയും ലഘൂകരിക്കുകയും ഇതിനായി ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളെ നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇതിനായി പ്രാദേശിക തലത്തിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യത മനസ്സിലാക്കുകയും സാമൂഹ്യക്ഷേമത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഗ്രാമവികസനത്തിൻ്റെ കേന്ദ്രബിന്ദു, ഫോക്കസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഗ്രാമവികസനം പ്രാഥമികമായി കേന്ദ്രീകരിക്കുന്നത് മനുഷ്യൻ്റെയും അവൻ്റെ ചുറ്റുപാടുകളുടെയും വികസനമാണ്. രണ്ടാമതായി പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മികച്ച സാമ്പത്തിക വളർച്ച നേടുന്നതിനുള്ള ഉചിത സാങ്കേതിക വിദ്യയുടെ കണ്ടെത്തലും ഉപയോഗവുമാണ് മൂന്നാമത്തേത്. ഗ്രാമവികസനത്തിന് കുറച്ച് തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞത് ഗ്രാമവികസനം എന്നാൽ പ്രാഥമികമായിട്ടും കേന്ദ്രീകരിക്കുന്ന മനുഷ്യൻ്റെയും അവൻ്റെ ചുറ്റുപാടുകളുടെയും വികസനമാണ് അല്ലേ. ശരിക്കും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളും എന്ത് ചെയ്യുക, വികസിക്കുക. അതിനുശേഷം നമ്മൾ നോക്കുന്നതാണ് പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്കും ഒന്നും പ്രശ്നം പറ്റാത്ത രീതിയിലുള്ള വികസനമാണല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്തത് മികച്ച സാമ്പത്തിക വളർച്ച നേടുന്നതിനുള്ള ഉചിതമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. സാമ്പത്തിക വളർച്ച എങ്ങനെ നേടാം? സാങ്കേതിക വിദ്യ, മികച്ച സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് സാമ്പത്തിക വളർച്ച നേടാൻ പറ്റും. അതാണ് മൂന്നാമത്തേത്. അടുത്തത് ഗ്രാമീണ സ്ഥാപനങ്ങളുടെ നിർമ്മാണം, മനുഷ്യ സാമ്പത്തിക ഭൗതിക വിഭവങ്ങളുടെ സംഘടനവും പരിപാലനവും എന്നിവയാണ് നാലാമത്തേത്. നാലാമത്തെ എന്താണ്? ഗ്രാമീണ സ്ഥാപനങ്ങളുടെ നിർമ്മാണം, പിന്നെ മനുഷ്യ സാമ്പത്തിക ഭൗതിക വിഭവങ്ങളുടെ സംഘടനവും പരിപാലനവും, ഇതാണ് നാലാമത്തേത്. അടുത്തതാവും നിലവിലുള്ള വിഭവങ്ങൾ വിനിയോഗിച്ചുള്ള പ്രാദേശിക സംരംഭങ്ങളിലൂടെയും പങ്കാളിത്തത്തിലൂടെയും സമാഹരണത്തിലൂടെയും ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് സ്വാശ്രയത്വം കൈവരിക്കുക എന്നതാണ് അഞ്ചാമത്തെ ലക്ഷ്യം. ഒന്നുകൂടി പറയാം. അഞ്ചാമത്തെ ലക്ഷ്യം നിലവിലുള്ള വിഭവങ്ങൾ വിനിയോഗിച്ചുള്ള പ്രാദേശിക സംരംഭങ്ങളിലൂടെയും പങ്കാളിത്തത്തിലൂടെയും സമാഹരണത്തിലൂടെയും ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത്
സ്വാശ്രയത്വം കൈവരിക്കുക എന്നതാണ് 5ാമത്തെ ലക്ഷ്യം. 6ാമതായി ദരിദ്ര ഗ്രാമീണ ജനതയ്ക്ക് പരമാവധി നീതിയുടെ വിതരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകുക. ദാരിദ്ര്യ ഗ്രാമീണ ജനതയ്ക്ക് പരമാവധി നീതിയുടെ വിതരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകുക. ഒറ്റപ്പെട്ടു നിൽക്കുന്നതും പിന്നോക്കം നിൽക്കുന്നതുമായ പ്രദേശങ്ങൾ ദാരിദ്ര്യവും ജീവൻ നഷ്ടപ്പെടുന്നതും തടയുന്നതിനായി വികസന പരിപാടികളും പദ്ധതികളും മുൻഗണനാക്രമത്തിൽ ഏറ്റെടുക്കണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, പ്രളയം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ, ക്ഷാമങ്ങൾ എന്നിവയ്ക്ക് വിധേയരായവർക്കും ആധുനിക ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തവർക്കും കൂടുതൽ മുൻഗണന ഗ്രാമവികസനത്തിൽ നൽകേണ്ടതുണ്ട്. ഗ്രാമവികസനത്തിൽ നമ്മൾ മുൻഗണന നൽകേണ്ടത് ആർക്കൊക്കെയാണ്? ഒറ്റപ്പെട്ടു നിൽക്കുന്നതും പിന്നാക്കം നിൽക്കുന്നതുമായ പ്രദേശങ്ങളിൽ ദാരിദ്ര്യവും ജീവൻ നഷ്ടപ്പെടുന്നതും തടയുന്നതിനായി വികസന പരിപാടികളിലും പദ്ധതികളും മുൻഗണനാക്രമത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും മുൻഗണന നൽകേണ്ടത് പിന്നോക്കം നിൽക്കുന്നവർക്കായിരിക്കണം. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, പ്രളയം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ, ക്ഷാമങ്ങൾ എന്നിവയ്ക്ക് വിധേയരായവർക്കും ആധുനിക ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തവർക്കും കൂടുതൽ മുൻഗണന ഗ്രാമവികസനത്തിൽ നൽകേണ്ടതുണ്ട്. അടുത്തതാണ് ഗ്രാമവികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ദാരിദ്ര്യം എന്നത് വലിയ പ്രശ്നമാണ്. ഒരുവന് തൻ്റെ ജീവിതത്തിനും കാര്യക്ഷമതയ്ക്കും വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ ആവശ്യങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയവ നേടിയെടുക്കാനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിൻ്റെ വിശാല കാഴ്ചപ്പാടിൽ നിന്ന് വേണം ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ നോക്കിക്കാണേണ്ടത്. ഉൽപാദനപരമായ ആസ്തികളും ദാരിദ്ര്യർക്ക് തൊഴിൽ നൈപുണ്യവും വരുമാനവും ഉണ്ടാക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്കാണ് അവ പൂരകമായി തീരുന്നത്. നമ്മുടെ എല്ലാ പഞ്ചവത്സര പദ്ധതികളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കാര്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിവിധ പരിപാടികളും നടപടികളും ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം? നമുക്കറിയാം, ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ട് അല്ലേ ദാരിദ്ര്യം. അപ്പോൾ ഈ ദാരിദ്ര്യമൊക്കെ എന്ത് ചെയ്യുക? മാറ്റുക. എങ്കിലേ നമ്മുടെ എന്ത് ചെയ്യുള്ളൂ? ഗ്രാമവികസനം സാധ്യമാകൂ. അപ്പോൾ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ദാരിദ്ര്യം? ഒരുവന് തൻ്റെ ജീവിതത്തിലും കാര്യക്ഷമതയ്ക്കും വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയവ നേടിയെടുക്കുവാനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക. ആഹാരമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യം അല്ലേ, ആരോഗ്യ സംരക്ഷണം, ഇതൊക്കെ എത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകൂ. അടുത്തത് കാർഷിക വികസനം. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് അധിവസിക്കുന്നത്. കൃഷിയാണ് തങ്ങളുടെ ഉപജീവനത്തിനായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇവർ ആശ്രയിക്കുന്നത്. ഭക്ഷ്യോൽപാദനത്തിലും സംസ്കരണത്തിലും വിതരണത്തിലും കൃഷി പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ കാർഷിക വികസനം വഴി ദശലക്ഷക്കണക്കിന് ദരിദ്ര ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും നിരക്ഷരരായ ജനങ്ങളുടെയും ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയുന്നു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് കാർഷിക വികസനം. നമുക്കറിയാം, നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലേ, കൃഷിയാണല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ആശ്രയിക്കുന്ന ഒന്നാണ് കൃഷി. പക്ഷേ കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ GDP-യിൽ ഏറ്റവും ലോ വരുമാനം നൽകുന്നതാണ് കൃഷി എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു കൃഷിയിൽ വികസനം കൊണ്ടുവരണം. എങ്ങനെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും അത്യുൽപാദന ശേഷിയുള്ള പിന്നെന്താണ് മെച്ചപ്പെട്ട കൃഷി രീതികളും ഒക്കെ അവലംബിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ കൃഷിയിൽ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് അധിവസിക്കുന്നത്. കൃഷിയെയാണ് തങ്ങളുടെ ഉപജീവനത്തിനായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇവർ ആശ്രയിക്കുന്നത്. ഭക്ഷ്യോൽപാദനത്തിലും സംസ്കരണത്തിലും വിതരണത്തിലും കൃഷി പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ കാർഷിക വികസനം വഴി ദശലക്ഷക്കണക്കിന് ദരിദ്ര ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും നിരക്ഷരരായ ജനങ്ങളുടെയും ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയുന്നു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ആരോഗ്യവും ശുചിത്വവും. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ആരോഗ്യത്തെയും ശുചിത്വത്തെയും പറ്റി ദരിദ്ര ഗ്രാമീണർക്ക് കാര്യമായ അവബോധമില്ല. അതിനാൽ ഇക്കാര്യത്തിൽ ബോധവൽക്കരണത്തിനും ശുചിത്വവും ആരോഗ്യമുള്ള ജീവിത സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. നമ്മൾ ആരോഗ്യത്തെയും ശുചിത്വത്തെയും പറ്റി എന്ത് ചെയ്യണം?
ഗ്രാമീണ ജനങ്ങളെ എന്ത് ചെയ്യണം, അവബോധരാക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനും അതുപോലെ ഗ്രാമവികസനം ലക്ഷ്യമിടാനും പറ്റും. അടുത്ത ഗ്രാമീണ ആസൂത്രണം, റൂറൽ പ്ലാനിംഗ്. ആസൂത്രണം എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യം പരമാവധി നേടുന്നതിനായി വിഭവങ്ങളെ സംഘടിപ്പിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അങ്ങനെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഗ്രാമവികസനത്തിലൂടെ പരിശ്രമിക്കുന്നത്. അതിനായി കൃത്യമായി ആസൂത്രണം സ്വീകരിക്കേണ്ടതുണ്ട്. ആസൂത്രണ രീതിയുടെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തി ദീർഘകാല ഉൽപ്പാദനക്ഷമതയ്ക്ക് ഉപയുക്തമായ രീതിയിലുള്ള വിഭവ വിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് ആസൂത്രണം? നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടാവും അല്ലേ. പഠിക്കുന്ന കാര്യമാണെങ്കിലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബുക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇത്ര ദിവസത്തിനുള്ള ഇത് പഠിച്ചു തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമവികസനത്തിനും എന്ത് ചെയ്യണം, പ്ലാനിങ് വേണം. അപ്പോൾ ഗ്രാമവികസനത്തിലുള്ള പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വിഭവങ്ങൾ പരമാവധി ഉപയോഗിച്ചു കൊണ്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ആസൂത്രണം എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യം പരമാവധി നേടുന്നതിനായി വിഭവങ്ങളെ സംഘടിപ്പിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അങ്ങനെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഗ്രാമവികസനത്തിലൂടെ ശ്രമിക്കുന്നത്. അതിനായി കൃത്യമായി ആസൂത്രണം സ്വീകരിക്കേണ്ടതുണ്ട്. ആസൂത്രണ രീതിയുടെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തി ദീർഘകാല ഉൽപ്പാദനക്ഷമതയ്ക്ക് ഉപയുക്തമായ രീതിയിലുള്ള വിഭവ വിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ്. അടുത്തത് ഉൽപ്പാദനക്ഷമതയിലുള്ള വർധനവ്, ഇംപ്രൂവ്മെന്റ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഗ്രാമീണ ജനങ്ങളുടെ സാമ്പത്തിക വികസനം ഗ്രാമീണ ഉൽപ്പാദനക്ഷമതയുടെ വർധനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ലഭ്യതയും ഉപയോഗവും ഗ്രാമീണരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. ഇതിനായി ആസൂത്രണം അനിവാര്യമാണ്. ഗ്രാമവികസന പരിപാടികൾ ഇതിന് ഊന്നൽ കൊടുക്കുകയും കാർഷിക വ്യാവസായിക മേഖലയിൽ നല്ല നിലയിൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ ഗ്രാമീണ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഉൽപ്പാദനക്ഷമതയിലുള്ള വർധനവ് നമുക്കറിയാം. ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടും അവരെന്ത് ചെയ്യും, വർദ്ധിക്കും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, ഗ്രാമവികസനം സാധ്യമാക്കും. ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ഗ്രാമീണ ഉൽപ്പാദനക്ഷമതയുടെ വർധനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വിഭവങ്ങളും സാങ്കേതിക വിദ്യയുടെയും ലഭ്യതയും ഉപയോഗവും ഗ്രാമീണരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ആസൂത്രണം ചെയ്യണം. ഗ്രാമവികസന പരിപാടികൾക്ക് ഊന്നൽ കൊടുക്കണം. എന്നിട്ട് അവരെ എന്ത് ചെയ്യുക, അവരിൽ അവബോധം കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദനക്ഷമത കൂട്ടാനായിട്ട് പറ്റും. അടുത്തത് ജീവിത ഗുണനിലവാര വർധനവ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഭൂരിപക്ഷം ദരിദ്രരും അധിവസിക്കുന്നത് ഗ്രാമമേഖലയിലായതിനാൽ ഗ്രാമവികസനത്തിന്റെ പ്രധാന ലക്ഷ്യം ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. അതിനായി ദാരിദ്ര്യം ഇല്ലാതാക്കുകയും കുടിവെള്ളം, വൈദ്യുതി, റോഡ്, ആരോഗ്യ പരിപാലന സൗകര്യം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. കൂടാതെ അധികാര വികേന്ദ്രീകരണം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പം നമ്മൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത ഗുണനിലവാര വർധനവ്. നമുക്കറിയാം ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതലും ദരിദ്രരുള്ളത് അല്ലേ. അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. അതിനായി ദാരിദ്ര്യം എന്ത് ചെയ്യണം, ഇല്ലാതാക്കുകയും കുടിവെള്ളം, വൈദ്യുതി, റോഡ്, ആരോഗ്യ പരിപാലന സൗകര്യം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. കൂടാതെ അധികാര വികേന്ദ്രീകരണം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഇനിയും വേറെ ടോപ്പിക്കുകളൊക്കെ വേണമെങ്കിൽ അതും പറയുക. അപ്പോൾ നമുക്കിനി പുതിയ ടോപ്പിക്കും പുതിയ ചാപ്റ്റേഴ്സും ഒക്കെ ഇതിനകത്തുള്ള പുതിയ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.